സർ, ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ എല്ലാ പാകിസ്ഥാനികളും തീവ്രവാദികളാണ്. ഒരിക്കലുമല്ല. എല്ലാ പാകിസ്ഥാനികളും എന്ന് പോയിട്ട് അതിൻ്റെ 1% പോലും ആ തീവ്രവാദികളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ തീവ്രവാദികളെന്ന് നമ്മൾ കരുതുന്ന ആളുകളൊക്കെ തന്നെ ISIക്കാർ വളരെ കൃത്യമായി റിക്രൂട്ട് ചെയ്ത് കാശ് കൊടുത്ത് നിർത്തുന്നതുകൊണ്ട് അവർ നിർത്തുന്നതാണ്. അല്ലാതെ അവർക്ക് ഇന്ത്യയോടുള്ള വലിയ ദേഷ്യമുള്ളത് കൊണ്ടൊന്നും തീവ്രവാദികളായിട്ട് തുടരുന്ന ആളുകളല്ല. വലിയൊരു സിസ്റ്റം അങ്ങനെ കൃത്യമായിട്ട് ISI പോലെയുള്ള പാകിസ്ഥാൻ പട്ടാളമൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി കെട്ടിപ്പടുക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഗൗതത്തിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാക് പട്ടാളം എന്ന് പറയുന്നത് സാധാരണ രാജ്യങ്ങളിലെ പട്ടാളം പോലെയല്ല. അത് വലിയൊരു ബിസിനസ് ടൈക്കൂണുകൾ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കില്ലാത്ത ബിസിനസ്സുകളില്ല. കോടിക്കണക്കിന് രൂപ വളരെ ഒരു പരമാധികാരത്തോട് സ്വന്തമായി കയ്യിലൊതുക്കുന്ന ആളുകളാണ്. ആർമിയിൽ നിന്ന് ജനറലോ അല്ലെങ്കിൽ ആർമി ചീഫൊക്കെ റിട്ടയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ആർമി വെറുതെ എഴുതി തരും. അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ആർമിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ആർമിയാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ നടന്ന പരിപാടിയാണ്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന, ഒരു നേരം ഭക്ഷണം കഴിച്ച് 2 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പോലും നമ്മുടെ ശത്രുവാണെന്ന് പറയരുത്. പാകിസ്ഥാന്റെ ആർമിയും ISI ഇന്റലിജൻസും അതുപോലെ അവിടെയുള്ള പട്ടാള മേധാവികളും മാത്രമാണ് നമ്മുടെ ശത്രുക്കൾ. യഥാർത്ഥത്തിൽ പട്ടാളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും നമ്മുടെ ശത്രുക്കളല്ല. സർ, ഇപ്പൊ ഈ പാകിസ്ഥാനിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള വ്ളോഗർമാരുണ്ട്. അവരൊക്കെ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് അത്ഭുതത്തോടു കൂടിയാണ് കേട്ടിരിക്കാൻ പറ്റുക. വളരെയധികം ബഹുമാനവും അതോടൊപ്പം തന്നെ സ്നേഹത്തോടു കൂടിയാണ് ഇന്ത്യക്കാരെ സ്വീകരിക്കുന്നത്. നമുക്കുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് നമ്മളെന്തോ എന്തോ വല്ലാത്ത രീതിയിലാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഈയിടെയായിട്ട് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയോട് നമ്മൾ ലയിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ അവിടെ കൂടി വരുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടി ഉള്ളത്, ആരും പറയാത്തൊരു കാര്യം. ഗൗതം അറിയേണ്ടത്, ഈ ബ്ലോഗർമാരൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ബ്ലോഗർമാരോ അല്ലെങ്കിൽ ബാക്കി ലോകത്തിലെ മറ്റു ബ്ലോഗർമാരെ ഒന്നും അവരങ്ങനെ ഫ്രീ ആയി അവിടെ സഞ്ചരിക്കാൻ വേണ്ടി സമ്മതിക്കാറില്ല. അവർ കറാച്ചിയോട് അടുത്തിട്ടുള്ള ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമേ സഞ്ചരിക്കാൻ അനുവദിക്കാറുള്ളൂ. അല്ലാതെ അവരുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവര് അത്രത്തോളം ദുരിതത്തിലായിപ്പോയ, ബുദ്ധിമുട്ടിലായിപ്പോയ ഒരു ജനതയാണ്. പിന്നെ ഇന്ത്യയോട് അവർക്കുള്ള താല്പര്യം ഇപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ ജനതക്ക് കൂടി വരിക കൂടിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രവിശ്യയുടെ തന്നെ, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രവിശ്യയുണ്ട്. ആ ബലൂച്ച് പ്രവിശ്യയിൽ ഏതാണ്ട് 40%, 44% വരുന്ന സ്ഥലം പാകിസ്ഥാന്റെ അതിനകത്ത് പെടുന്നതാണ്. അപ്പൊ അവിടെ ഈ പാക് ഗവൺമെന്റിനെതിരെയും പാകിസ്ഥാനെതിരെയുള്ള ആർമിക്കെതിരെയും ഒക്കെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിൽ പലരെയും ഇന്ത്യ സഹായിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. ചൈനക്ക് അവിടെ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഗൗതത്തിനൊക്കെ അറിയുന്നുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബസ്സിൽ വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ ട്രെയിനിൽ വന്നിട്ടുള്ള തട്ടിയെടുക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ, അവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ജയിലിലാണ്. തോഷിയ ഖാന കേസടക്കമുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ പല ഗിഫ്റ്റുകളടക്കം വലിയ അഴിമതി കേസുകളൊക്കെ തന്നെ ഇമ്രാൻഖാനെതിരെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഇന്റേണൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ആ രാജ്യം ഛിന്ന ഭിന്നമാകാനായിട്ടൊക്കെ ഇനി അധികകാലം വേണ്ടി വരില്ല. സാർ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കനക്കുന്ന, അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നത്, ഒരു പ്രചരണമുണ്ട്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരണം എന്നുള്ളതാണ് ആ പ്രചരണം. പല രീതിയിൽ അത് നടക്കുന്നുണ്ട്. അത് പല ആളുകൾ നേരത്തെ അത് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ മാർക്കണ്ഡേ കഡ്ജൂരെ പോലുള്ള ആളുകളൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ജഡ്ജ് ഇത് യഥാർത്ഥത്തില് മുൻ ജഡ്ജ് ഇത് യഥാർത്ഥത്തില് നടക്കൂ? നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതൊരു വെറും തമാശ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു വിഡിത്തമാണ് ഈ പറയുന്നത്? അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടതാണോ? അല്ല, അങ്ങനെയൊന്നും നടക്കില്ല ഗൗതം. അങ്ങനെ ഇപ്പൊ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ, തുറന്ന് ഗൗതത്തോട് പറഞ്ഞാൽ RSSന്റെ ഒക്കെ ഒരു വലിയ പദ്ധതിയാണ്. ഇപ്പൊ RSSന്റെ ഒക്കെ ഒരു അഖണ്ഡ ഭാരതത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ കൂടിയുള്ള ഒരു വലിയ രാജ്യം എന്ന് പറയുന്ന, നമ്മളുടെ പലപ്പോഴും നമ്മൾ ഈ പാരമ്പര്യം അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇവിടെ നമ്മുടെ ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ട് പരന്നു കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൂടിയുള്ള ഒരു വലിയ മഹത്തായ ഒരു എംപയറാക്കി നമ്മളെ മാറ്റണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും സമീപഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്.
ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രവിശ്യകൾ പലപ്പോഴും അവിടെ നിന്ന് വേറിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വേറിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇനി പറയാം, അതായത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. പലപ്പോഴും ഇപ്പൊ പാകിസ്ഥാനിൽ അങ്ങനെ സപ്പോർട്ടീവായിട്ട് ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് കഴിയാത്തതിന്റെ കാരണം ആ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ മിലിറ്ററി എന്ന് പറയുന്നത് മുഴുവനായും തന്നെ US അടിയറവ് പറഞ്ഞിരിക്കുന്ന അവരുടെ അടിമയായി നിൽക്കുന്ന ഒരു മിലിറ്ററിയാണ്. അവർക്ക് പല ബിസിനസ് താല്പര്യങ്ങളും എല്ലാ താല്പര്യങ്ങളും ഉള്ളത് കൊണ്ടിട്ടും പിന്നെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ അവരെ അങ്ങനെ തന്നെ നിലനിർത്തിയേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പട്ടാള മേധാവി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച ഒരു രാജ്യത്തിന്റെ തലവൻ വരുന്ന പോലെ വലിയ സ്വീകരണം കിട്ടുന്നത്. ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പൊ ബംഗ്ലാദേശിൽ നേരത്തെ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല, കാരണം നമ്മളും അവരുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്ത്യ കുറച്ച് അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഇന്ത്യക്കെതിരാണ്. ഇപ്പൊ നേപ്പാളൊക്കെ മാത്രമാണ് കുറച്ചെങ്കിലും ഇതുള്ളത്. ബാക്കി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആണ് ഭരിക്കുന്നത്. എവിടെ മറ്റേ നമുക്കറിയാം, അവിടെ മെയിൻലി അവരുടെയൊക്കെ കൂടി ഇൻഫ്ലുവൻസ് ഉണ്ട്. അവർ ഇന്ത്യക്കെതിരാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരാണ്. ഈവൻ ശ്രീലങ്കയിൽ അടക്കം പ്രശ്നങ്ങളുണ്ട്, കാരണം ചൈനീസ് ഇടപെടലുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സൗഹൃദം എന്ന് പറയുന്ന അയൽവക്ക രാജ്യങ്ങളെല്ലാം തന്നെ എതിർത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ചെയ്യാൻ ഏതൊരു രാജ്യവും ഇഷ്ടപ്പെടുന്നതും ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ, തങ്ങൾക്ക് കൂടി അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവരുടെ നിന്നുള്ള ആളുകളെ കൂടി ഇങ്ങോട്ട് വലിച്ചിട്ട് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇനി അങ്ങോട്ട് വലിച്ചിട്ട് വന്ന് നമ്മുടെ രാജ്യത്തോട് ചേർത്താൽ അവിടെ ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് കൂടിയാണ്. മനസ്സിലായോ? അവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള വിലയൊക്കെ ഇട്ട് നോക്കിയാൽ 1 കിലോ അരിക്ക് 250 രൂപ 300 രൂപ 400 രൂപ ഉള്ള അവിടെ അത്ര ചെറിയ വിലക്കയറ്റമാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബാധ്യത കൂടി യഥാർത്ഥത്തിലാകും എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, പലപ്പോഴും ഇന്ത്യക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പിടിച്ചെടുക്കണമെങ്കിൽ പണ്ടേ ചെയ്യാമായിരുന്നു. എന്താ കാര്യം? അല്ല, ഇന്ത്യ യുദ്ധം നടത്തിയപ്പോൾ ആയുധം കിലോമീറ്ററുകളോളം അകത്തേക്ക് കയറുകയും ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയും ചെയ്താണ്. പിന്നെ ഗൗതം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും സിവിലിയൻസിനെ അല്ല അറ്റാക്ക് ചെയ്തു. അല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ 1-5-നും 1-25-നും ഇടയ്ക്ക് നടത്തി ചെറിയൊരു അറ്റാക്കാണ്. ആ ചെറിയൊരു അറ്റാക്കിനിടക്ക് ടെറർ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുകയാണ് ചെയ്തത്. അത് തന്നെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഇന്ത്യ വിചാരിച്ചുകൊണ്ടാണ്, ഇന്ത്യ വളരെ കരുതലോടുകൂടി ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ നിരവധി മരണങ്ങൾ ഉണ്ടായേനെ. അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ചോളം അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശമേ അല്ല. യഥാർത്ഥത്തിൽ അവരുടെ സൈന്യം ലോകത്ത് ഒരു സൈന്യവും കീഴടങ്ങിയിട്ടില്ലാത്ത പോലെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് പോലും യഥാർത്ഥത്തിൽ ഇന്ത്യ വിട്ടുകൊടുത്താണ്. അപ്പൊ അതുപോലെ വിട്ടുകൊടുക്കും. പിന്നെ ഇന്ത്യ ഇപ്പൊ അവരുടെ മറ്റേ നദികളിലേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ത്യ ഇതുവരെ അതിന്റെ പുറത്തൊരു സ്റ്റെപ്പ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അവിടുത്തെ കൃഷിഭൂമിയൊക്കെ വരണ്ടു തുടങ്ങി പോകും ഇന്ത്യയിൽ നിന്നുള്ള ജലം അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ. അപ്പൊ അവിടെയുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ജനങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിലൊക്കെയുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു സന്തോഷവും ഇല്ലാതെ ദുരിതം പേറി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പറ്റാതെ സ്വന്തം മക്കൾക്ക് വലിയ വിദ്യാഭ്യാസവും പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ജനതയാണ്. ആ ജനത പലപ്പോഴും ഇപ്പൊ ഇമ്രാൻഖാൻ വന്നപ്പോൾ ഇമ്രാൻഖാന്റെ പുറകെ കൂടിയിരുന്നു. ആ വലിയ ആവേശത്തോടുകൂടി അവർ കണ്ടിരുന്നു, വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പട്ടാളമല്ലാതെ ഒരിക്കലും ഭരിക്കില്ല. സാറേ, 1947 മുമ്പ് ഒരമ്മ പെറ്റ മക്കളായിരുന്നു. പിന്നീട് അത് ഇപ്പോഴും നമ്മുടെ സഹോദരനാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അല്ല, അതിലൊന്നും ഒരു സംശയമില്ലെന്നേ. ഇപ്പൊ LK അദ്വാനി അദ്ദേഹം ജനിച്ചത് അവിടെയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ നിരവധി ആളുകൾ, ഞാൻ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് കുറെ പേര് അങ്ങോട്ട് പോയേക്കണത്. ഇപ്പൊ പാകിസ്ഥാനിലേക്ക് ഇവിടെ നിന്ന് വലിയ എക്സോഡസ് ഉണ്ടായി, വലിയ പലായനം ഉണ്ടായി. തിരിച്ച് അവിടെ നിന്നുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ കറാച്ചിയിലും ഇപ്പോഴും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. നമ്മൾ വെറുതെ ആ സമയം മുതൽ ഉണ്ടായിട്ടുള്ള ഒരു റിഫ്റ്റിന്റെ പുറത്ത് ഈ രണ്ട് രാജ്യങ്ങളിൽ ഇന്ത്യ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ അവര് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഗൗതം ആലോചിച്ച് നോക്കും, അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഒരു വരുമാനം ഇല്ലാത്തപ്പോഴും അവർ ആണവായുധം ഡെവലപ്പ് ചെയ്യാനും ആയുധങ്ങൾ പർച്ചേസ് ചെയ്യാനും കോടിക്കണക്കിന് രൂപ മിലിറ്ററിക്കും വേണ്ടി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയായിട്ടുള്ള ശത്രുത കൊണ്ട് മാത്രമാണ്. അത് നിർത്തി മര്യാദക്കായാൽ അവർക്ക് നല്ലത്. എന്നാലും അവർ പഠിച്ചിട്ടില്ല. ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു രാജ്യമായിട്ട് പോലും ഇപ്പോഴും ചൊറിയാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നും ഈ പറഞ്ഞ കാശ്മീരിലേക്കൊക്കെ തന്നെ അവർ നിരന്തരമായ ആളുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഹൽഗാം അറ്റാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പൊ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യോജിച്ചേക്കാം അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ പറയുന്നത് അവിടെ കുറെ കൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടാകാൻ ഇന്ത്യ ഇടപെടണം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ സൈന്യമാണ് പരമാധികാരി. ആ സൈന്യത്തെ ഇടിച്ച് തകർത്തുകൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റും. മുസ്ലിങ്ങളും ഹിന്ദുക്കളും വ്യത്യസ്ത രാഷ്ട്രീയ സമുദായങ്ങളാണെന്നും ഏകീകൃത സ്വതന്ത്ര ഇന്ത്യയിൽ മതിയായ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ലെന്നും ആണ് ആര് പറഞ്ഞത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ജിന്ന പറഞ്ഞു, മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടു നേഷൻ തിയറി, ദുരാഷ്ട്രവാദമൊക്കെ വരുന്നത്. അപ്പോൾ ഈ വിഭജനം യഥാർത്ഥത്തിൽ ഒഴിവാക്കാമായിരുന്നില്ലേ? ആരായിരുന്നു അതിന് മുൻകൈ എടുക്കേണ്ടത്? വിഭജനം ഒഴിവാക്കാനാകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കറിയില്ല. അത് പല ആംഗിളുകളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഒഴിവാക്കാനാകുമായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് വെച്ചാൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പോളിസി കൊണ്ടിട്ടാണ് ഗൗതം അതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ഓക്കെ, രാജ്യം വിഭജിച്ചിട്ടാണെങ്കിലും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് വിചാരിക്കല്ലാതെ വേറൊന്നും ചെയ്യാൻ ഇല്ല. ആ വിഭജനത്തിന്റെ മുറിപ്പാടുകൾ വർഷങ്ങളോളം ഇന്ത്യയിലുണ്ട്, ഇപ്പോഴും യഥാർത്ഥത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ആ വിഭജനം ഇപ്പൊ നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി നമ്മൾ അത് വിഭജിക്കണമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ചർച്ചകൾ നടത്തി. ആ വിഭജനത്തിന്റെ പേരിലാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദനയും ആ വിഭജനം തന്നെയാണ് നിലവിൽ. അതെ, തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യം കൂടിയാണ് ആ വിഭജനത്തിലൂടെ ജനിക്കപ്പെട്ടത്. ഗൗതം പറഞ്ഞ കറക്റ്റാണ്. അതായത് ആ വിഭജനത്തിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് 1947 ശേഷം ജീവിതകാലം മുഴുവൻ ശല്യമായി തീർന്ന ഒരു ശത്രു രാജ്യം കൂടിയാണ് ആ വിഭജനത്തിലൂടെ ജനിക്കപ്പെട്ടത്. അല്ലാതെ രാജ്യം വിഭജിച്ച് ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ പല രാജ്യങ്ങളായി വിഭജിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഏകാധിപതികളുണ്ട്, തുർക്ക്മനേറ്റർ എന്നൊക്കെ പറഞ്ഞ ഏകാധിപതികളുണ്ട്. ചില സ്ഥലങ്ങളിൽ അല്ലാത്ത മറ്റേ നമ്മുടെ പുട്ടിനെ പോലെയുള്ള ഏകാധിപതികളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പിന്നെ ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഒരുമിച്ച് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം രണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം അതിന്റെ പുറത്തുള്ള വലിയ ഈഗോ ക്ലാഷുകളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈൻ എന്തുകൊണ്ടാണ് റഷ്യ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനമുണ്ട്. മറ്റേ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പലപ്പോഴും അത് ചിലപ്പോൾ ഒരു വലിയ പെയിനായോ വലിയ ബുദ്ധിമുട്ടായോ നിൽക്കാറില്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ എന്നും അങ്ങനെ ഒരു രണ്ട് കൾച്ചറുള്ള സംസ്കാരമുള്ള മതവിഭാഗങ്ങളായി കാണുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത് മുഹമ്മദ് അലി ജിന്നക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജനാധിപത്യം സ്ഥാപിക്കാനോ കൃത്യമായിട്ട് ഈ പറയുന്ന അവിടെ ഭരിച്ചിട്ടുള്ള പല ആളുകൾക്കും തന്നെ ഒരു മിലിറ്ററി റൂളാണ് അവിടെ യഥാർത്ഥത്തിൽ ആര് പ്രധാനമന്ത്രിയായാലും നടക്കുന്നത്. അതിൽ നിന്ന് എന്ന് പാകിസ്ഥാന് മോചനം കിട്ടുന്നു അന്നേ പാകിസ്ഥാൻ ഒരു മികച്ച രാഷ്ട്രമായി മാറാനൊക്കെ ഉള്ള സാധ്യതയുള്ളൂ. അല്ലാതെ മിലിറ്ററി ഭരിച്ചുകൊണ്ട് ഒരിക്കലും അവർക്ക് യഥാർത്ഥത്തിൽ അവിടുത്തെ പോപ്പുലേഷൻ, ആ ജനത നമുക്ക് ഇന്ത്യക്കൊപ്പം പോകണമെന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിപ്പെടുമോ? മനോഭാവം ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പൊ ഗൗതം അറിയേണ്ടത് ഈ ബലൂച്ച് ഏരിയയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ വലിയ മിത്രവും പാകിസ്ഥാൻ അവരുടെ ശത്രുവുമാണ്. പാകിസ്ഥാൻ മിലിറ്ററി അവരുടെ ശത്രുവുമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വേവ് തരംഗം അവിടെ പതുക്കെ പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ പലപ്പോഴും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് ആരോപണങ്ങളുള്ളത്. അതിലൊക്കെ വാസ്തവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ല അത്. പിന്നെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗൗതം, ആദ്യം ഈ പലപ്പോഴും ഇപ്പൊ അസിം മുനീറൊക്കെ വന്ന് ഇപ്പോഴും അവിടെ ഒരു പാക് പട്ടാള മേധാവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ശത്രുവായി കാണിച്ചുകൊണ്ട് അവരുടെ ആളുകളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. വളരെ തന്ത്രപരമായി പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീം അടക്കം കളിക്കാൻ വരുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കാൻ ചെല്ലുമ്പോഴൊക്കെ തന്നെ ഈ ശത്രുത അവർ നിലനിർത്തുകയാണ്. ഈ ശത്രുത നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയെ ജയിച്ചു, ക്രിക്കറ്റ് ടീം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴുള്ള അഭിമാനബോധം അവരിൽ ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ പിടിവിട്ട് ഇപ്പൊ വളരെ ദുരിതത്തിലേക്ക് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയുടെയും മറ്റു പലരുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ശത്രു രാജ്യമാണെന്നുള്ളതുകൊണ്ട് ചൈന അടക്കമുള്ള ആളുകൾ നിരവധി പ്രൊജക്ടുകളിലേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള മിലിറ്ററിക്കൊക്കെ അകത്ത് ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായ, അമേരിക്കയുടെ അല്ല, ഡൊണാൾഡ് ട്രംപിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾക്കും ഒക്കെ തന്നെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. കാരണം പട്ടാളവുമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് നിസാരമായിട്ട് ഒന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല.
സാർ ഈ ഇത് ഒന്നിക്കാനുള്ള ഒരു തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപും അല്ലെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ അത് വലിയ തിരിച്ചടിയാവില്ലേ? ഒന്നാമത്തെ ചോദ്യം അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്നിക്കാനുള്ള തീരുമാനമൊന്നും വരാൻ പോകുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങളൊക്കെ ഞെട്ടുന്ന ഒരു കാര്യമായിരിക്കും ഒന്ന്. രണ്ടാമത്തേത് ഇന്ത്യ എടുത്തു വെക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തലവേദന കൂടിയായിരിക്കാനും സാധ്യതകളുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള പ്രദേശവും അവരുടെ പ്രകൃതി തലയിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, അത് തന്നെ വിചാരിച്ചാൽ മതി. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മള് സാർ അങ്ങനെ പറയരുത് സാറേ, അത് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ തുടക്കം ഇതെങ്ങനെയാ തുടങ്ങിയത്? പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാവരും തീവ്രവാദികളാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾ തീവ്രവാദികളായതുകൊണ്ടല്ല അവിടെയുള്ള ഇക്കണോമി എന്ന് പറയുന്നതിന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. അല്ലാതെ അവർ തീവ്രവാദികളായതുകൊണ്ടല്ല, അവർ പാവം പിടിച്ച സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞ് ഇന്ത്യയോട് ചേർന്നാൽ വലിയ ആശ്വാസമാകും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യൻ മിലിറ്ററിയോടൊന്നും അവിടെയുള്ള ഒരു ഭീകരവാദികൾക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഗോത് ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇന്ത്യൻ മിലിറ്ററി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതോ ഇവിടെ നിന്ന് മറ്റേ നമ്പർ വായിച്ചെടുക്കുന്നതോ മാത്രമൊന്നുമല്ല. ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ മിലിറ്ററി, ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി ഭരിക്കുകയാണെങ്കിലും മൻമോഹൻ സിംഗ് ഭരിക്കുകയാണെങ്കിലും ഒക്കെ വലിയ സിസ്റ്റമാണ്. പിന്നെ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്നവർ കൂടി സ്ട്രെങ്തർ ആണെന്ന് മാത്രം. അതായത് ഏക്കാനെയൊക്കെ ഭരിച്ച പോലെയല്ല എന്ന് പറഞ്ഞാൽ ഏക്കാനെയൊക്കെ ഭരിക്കുമ്പോൾ തീരുമാനം എടുക്കാനൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇന്നും ഞാൻ ഗൗരവത്തോട് പറയുന്നു, ഇന്ന് മിലിറ്ററി തീരുമാനിക്കുകയാണ് പാകിസ്ഥാൻ അടിച്ച് തകർക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അമേരിക്ക അടക്കം നിരവധി ആളുകളുടെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അല്ലാതെ മിലിറ്ററി വൈസ് ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒന്നുമല്ല, ഒരു രാത്രി കൊണ്ട് ആക്രമിച്ചു. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ഇങ്ങോട്ട് നമ്മോടൊപ്പം ചേർക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു 70-79 കൊല്ലങ്ങൾ കൊണ്ട് ഇന്ത്യ ഒരുപാട് ഡെവലപ്മെന്റ്സിലേക്ക് നേടിയിട്ടുണ്ട്. ആ നേടിയതുമായി യാതൊരു വിധത്തിലും ഒരു യോജിപ്പുമില്ലാത്ത ഒരു ഭൂപ്രദേശത്തെ നമ്മൾ ഇങ്ങോട്ട് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ആലോചിച്ച് നോക്കിണ്ട. നമ്മൾ അവിടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യാൻ? അതെ, മനസ്സിലായോ? ഇപ്പൊ മോദി വന്നിട്ട് പലരും പറയില്ലേ ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ തുറന്നു പറയുക. ഇപ്പൊ മോദി വന്നിട്ട് പറയില്ലേ കേരളത്തിന് കിട്ടുന്ന ഇത് വിഹിതം കുറവാണ്, യഥാർത്ഥത്തിൽ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന, നോർത്ത് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് കൂടുതലാണെന്ന്. യഥാർത്ഥത്തിൽ ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത് എന്താ കാര്യം? എറണാകുളം ജില്ലയിൽ ഭയങ്കരമായിട്ട് വികസനം നടന്ന ഒരു പ്രദേശമാണ്. അപ്പൊ കേരളത്തിൽ ഉണ്ടാവുന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വയനാടിനാണ്. മനസ്സിലായോ? വയനാട് അതുപോലെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ അതേപോലെ ചെയ്യേണ്ടതാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ മറ്റേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അല്ലാതെ അവർ തീവ്രവാദികളായതുകൊണ്ടല്ല. എനിക്കങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഗൗതത്തോട് പറയാം. ഇപ്പൊ ഷെങ്കൻ വിസ എന്നൊക്കെ പറഞ്ഞ വിസകളുണ്ട്. അത് യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിലൂടെ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. ഏഷ്യയിലും അങ്ങനെ ഏഷ്യൻ വിസ കൊണ്ടിട്ട് ഇന്ത്യയും പാകിസ്ഥാനും നിരവധി രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാവുന്ന ഒരു കാലം വരും. ഒരു സംശയമില്ല. അത് രാജ്യങ്ങൾ തമ്മിൽ ഒന്നാവും എന്നൊക്കെയുള്ള സെക്കൻഡറി ആണ്. പക്ഷെ കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ള യുദ്ധങ്ങളില്ലാത്ത, പലപ്പോഴും ഇതൊക്കെ അനാവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന, യുദ്ധത്തിന് വേണ്ടിയും ഡിഫൻസിന് വേണ്ടിയും ഫണ്ട് മുടക്കുന്നത് കുറയുന്ന, നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയി ഇടപഴകുന്ന ഒരു കാലങ്ങളിലേക്ക് വരും. അത് ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ ഭൂമി എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യ തന്നെ എത്രയോ നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്നായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളൊക്കെ തമ്മിൽ ആഴ്ചയിലും മാസത്തിലും യുദ്ധം ഉണ്ടായിരുന്നു, ഒന്നിച്ചു. അപ്പൊ അതേപോലെ ഇനി ഞാൻ പറയുന്നത് ഒന്നിച്ചാലും ഇല്ലെങ്കിലും സാറേ ഇവരെയൊക്കെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഒന്നിച്ചത്. ഇപ്പം ഇന്തോനേഷ്യ എന്ന് പറയുന്ന സൗദി അറേബ്യനെക്കാട്ടിലും മുസ്ലിങ്ങളുള്ള ഒരു വലിയ കൺട്രി ഇന്ത്യയുമായിട്ട് കൾച്ചറലി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുകയാണ്. വലിയ വലിയ ടോപ്പിക്കാണ്. വലിച്ചിട്ട് വരുന്നത് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഒരു പറ്റേ ഞാൻ പറയാം. ഇപ്പൊ ഇന്തോനേഷ്യയിലൊക്കെ പോലെ തൽക്കാലം ഇവിടേക്ക് ഞാൻ പറയാം. ഇപ്പൊ അത് വേണമെങ്കിൽ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ അതെങ്ങനെ യോജിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു എംപയർ വരികയും അതിനു മുമ്പ് നിരവധി നാട്ടുരാജാക്കന്മാര് പലപ്പോഴും ഇതെല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ട് പിടിച്ചെടുക്കുകയും അവർ ഈ എല്ലാത്തിനെയും ഒരുമിച്ച് അവരുടെ വലിയ സൈന്യം ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും അതിനുശേഷം ഭരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് എന്ത് ചെയ്ത് യോജിച്ചത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വരൂ നമുക്ക് യോജിക്കാന്ന് പറഞ്ഞ് ഇവരാരും യോജിച്ചതല്ല. അപ്പൊ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികപരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് യോജിപ്പിക്കുന്നതിന്റെ ഘടകം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യോനേഷ്യയുടെ നോട്ടില് ഇപ്പോഴും ഇന്ത്യൻ ദേവതകളുടെയൊക്കെ ചിത്രങ്ങളുണ്ട്. അതേപോലെ കുറെ അധികം അല്ലെ, അതിലൊന്നും വലിയ കഥയില്ല ഗൗതം. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇപ്പൊ ഇതൊക്കെ യോജിക്കാം. ഇപ്പൊ കേരളവും തമിഴ്നാടും തമ്മിലോ, തമിഴ്നാടും തെലുങ്കാനയും തമ്മിലോ, തെലുങ്കാനയും കർണാടകവും തമ്മിലോ സാംസ്കാരികപരമായിട്ടുള്ള നിരവധി വ്യത്യാസങ്ങൾ കൂടിയുണ്ട്.
യഥാർത്ഥത്തിൽ ഗൗതത്തിനൊന്നും അറിയുമെന്ന് അറിയില്ല. ഇവിടെ വിൽക്കുന്ന മസാല അത് ഈസ്റ്റേന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും കമ്പനികളുടെയോ മസാല കർണാടകത്തിൽ വിൽക്കാൻ പറ്റില്ല. എന്താ കാര്യം ഗൗതത്തിന് അറിയോ? എന്താ ടേസ്റ്റ് വേറെ. അവിടെയുള്ള MDRന്റെ കറിപ്പൊടികൾ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ല. മനസ്സിലായി? പലപ്പോഴും അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പകരം ബാംഗ്ലൂരൊക്കെ ഇപ്പൊ ഈ നിറപറയുടെ ഈസ്റ്റേന്റെ ഒക്കെ കറി പൗഡറുകൾ വിൽക്കുന്നുണ്ട്. ആരെ മേടിക്കുന്ന അറിയോ? അവിടുത്തെ മലയാളികൾ മേടിക്കും. വേറെ അതിനപ്പുറത്തേക്ക് കച്ചവടം. അപ്പൊ അങ്ങനെ ടേസ്റ്റില് കൾച്ചറിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഒന്നിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു കാര്യം വന്നില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ പക്ഷം അതിർത്തികൾ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലാതായി മാറുകയും നേരത്തെ യൂറോപ്പിലൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ സംഭവിച്ചതുപോലെ ഒരു ഷെങ്കൻ വിസ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും കൂടി വേണമെങ്കിൽ സൈക്കിൾ ചോട്ടി. ഇപ്പൊ യൂറോപ്പിലൊക്കെ ട്രാക്കുകളുണ്ട്. അതായത് നിങ്ങൾക്ക് 16 രാജ്യങ്ങളായിട്ട് ഉണ്ടെന്ന് ആ രാജ്യങ്ങളിലൂടെ നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടി എന്ത് ചെയ്യാം, പോകാം. അതുപോലെയുള്ള അവസ്ഥകളിലേക്ക് ജനം വരികയും ചെയ്യും. ഇത് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അവർ തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധങ്ങൾ കുറഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, മാറി. ഇപ്പോൾ യുദ്ധങ്ങളുടെ ലെവൽ പിന്നെയും കുറഞ്ഞു. ഇത് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരും. ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തായിരിക്കില്ല, പക്ഷെ അതിലേക്ക് ഉറപ്പായിട്ടും ലോകം എത്തിച്ചേരും. കാരണം അങ്ങനെ ലോകം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു. കുറെ അധികം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരൊറ്റ രാജ്യത്ത് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കോഎക്സിസ്റ്റ് ചെയ്ത് എന്താ പ്രശ്നമുള്ളത്? ഇപ്പൊ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുസ്ലിംസ് ഇന്ത്യയിലല്ലേ ഉള്ളത്. അവരിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ആകെയുള്ള പ്രശ്നം ആരാണ് അവിടെ പ്രശ്നം? അതായത് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിമുഖത നയിക്കുന്നത് ആരാണ്? അത് പ്രശ്നമാക്കുന്നത് ആരാണ്? അതാണ് പ്രധാന പോയിന്റ്. അല്ല, ഗൗതം ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക. ഹിന്ദുവും മുസൽമാനും ഈ ക്രിസ്ത്യനും സിഖും പാഴ്ചയൊന്നുമില്ല. ബേസിക്കലി ഇത് മനുഷ്യരാണ്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യനുണ്ടാക്കിയ മതമാണ്. അവന് 4 നേരം ഭക്ഷണം കഴിക്കണമെന്നുള്ളത് അവന്റെ ആവശ്യമാണ്. അവന് വിശ്രമം വേണമെന്നുള്ള അവരുടെ ആവശ്യമാണ്. വീട് വേണമെന്നുള്ള അവരുടെ ആവശ്യമാണ്. വയറ് വിശക്കുന്നത് എല്ലാവരുടെയും ഒരുപോലെ എന്നുള്ള ആവശ്യമാണ്. കത്തിക്കൂത്തിയാൽ എല്ലാവരും മരിക്കും എന്ന് പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം. തോക്ക് വെടിവെച്ചാൽ ആരും മരിക്കും, അല്ലാതെ മറ്റേ വേറെ ആർക്കെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതൊന്നും യോജിച്ചു പോകാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമായി പലപ്പോഴും ഇവരെ വിഭജിച്ച് നിർത്തിയാൽ ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ ഗുണമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഒരു വർഗീയതയോ അല്ലെങ്കിൽ വംശീയതയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ മനഃപൂർവ്വമായി കൃത്യമായി ഇതുപോലെ ആളുകളെ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്, വിഭജിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രശ്നമുള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. മനഃപൂർവ്വമായി വിഭജനം സൃഷ്ടിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വെളുത്ത വർഗ്ഗക്കാരെ രാവിലെ എഴുന്നേറ്റ് കറുത്ത വർഗ്ഗക്കാരെ കടിച്ചിട്ടാണ് മറ്റേ ബുദ്ധിമുട്ട് വന്നത്. അല്ല, ഇത് നേരെ തിരിച്ചങ്ങനെയാണ്. അല്ല, അത് അവന്റെ മനസ്സിലേക്ക് ഒരു സാംസ്കാരികമായി മനഃപൂർവ്വമായി രൂപപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും ലോകത്ത് പണ്ട് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായി? ഇപ്പൊ ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നമ്മുടെ രക്തമാണ് ഏറ്റവും നല്ലത്, മനുഷ്യരാശിയിൽ ഏറ്റവും നല്ലത് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ ജൂതന്മാർ വെറുക്കപ്പെടേണ്ടവരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ജൂതന്മാരോട് പറഞ്ഞാൽ ജൂതന്മാരുടെ നേതാക്കന്മാർ പറഞ്ഞത് മറ്റവർ വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ വെറുക്കപ്പെടേണ്ടവരെ സൃഷ്ടിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഇനി ജനാധിപത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു കാര്യം കൂടി പറയാം, ജനാധിപത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ കിട്ടിയാൽ മാത്രമേ ഇവൻ രാജാവായിട്ട് പോലും ഭരിക്കാൻ പറ്റുള്ളൂ. ആ ഭൂരിപക്ഷം കിട്ടുന്നതിന്, ആ ഒരു ഫീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് മനുഷ്യൻ തിരിച്ചറിയുകയും പതുക്കെ പതുക്കെ അവൻ അവന്റെ സാധാരണ ലെവലിലേക്കൊക്കെ എത്തിച്ചേരുകയും കുറെ കൂടി ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വീഡനിൽ, ഡെൻമാർക്കിൽ, ഈ പറഞ്ഞ യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. സാർ, ഈ പല സ്കോളേഴ്സും ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിയെ ഒരു രാജ്യത്ത് ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് പറയുന്നതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അല്ല, അതിന്റെ പിന്നിലൊക്കെ നിരവധി രാഷ്ട്രീയമായ സാംസ്കാരികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഭരിക്കാനിരിക്കുന്നവർ കാണിച്ചിട്ടുള്ള സഹിഷ്ണുതയാണ്. അതായത് അവർ എല്ലാവരെയും ഒരുപോലെ കാണുകയും, ഇപ്പൊ യഥാർത്ഥത്തിൽ വന്ദേമാതരത്തിൽ തന്നെ 2 സ്റ്റാൻസകൾ പാടേണ്ട എന്ന് തീരുമാനിച്ചത് ആ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിലിരുന്ന മഹാഭൂരിപക്ഷം പേരും സരസ്വതിയെയും ദുർഗയെയും അതുപോലെ ദേവതകളെയൊക്കെ ആരാധിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ടും അവരത് തീരുമാനിച്ചത് ഓക്കെ, നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ചടങ്ങിൽ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്നെങ്കിൽ വേണ്ട എന്ന് പറയുന്ന സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുത അവസാനിക്കുന്നിടത്ത് ഗൗതം പറയേണ്ടത് പ്രശ്നങ്ങളുടെ തുടക്കമാണ്.
എനിക്കും നിങ്ങൾക്കും കോഎക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഗൗതത്തിന് കൂടി ഒരു ബുദ്ധിമുട്ടാവുമെങ്കിൽ ഫൈൻ, നമുക്കത് പൊതുവായിട്ട് വേണ്ട, നമുക്ക് വ്യക്തിപരമായിട്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സഹിഷ്ണുത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഒന്ന്. രണ്ടാമത്തത്, നെഹ്റു അടക്കമുള്ള ആളുകൾ നമ്മൾ ആരാധിക്കേണ്ട ഒന്നാമത്തെ കേസ് എന്താണെന്നറിയാമോ? അദ്ദേഹമോ അല്ലെങ്കിൽ മറ്റേ ആളുകളോ ഒക്കെ കൂടി കുറച്ചു പേർ കൂടി വിചാരിച്ചെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമായി മാറ്റാൻ അവർക്ക് കഴിയുമായിരുന്നു. അതിലേക്കും അവരെന്ത് ചെയ്തില്ല, ശ്രമിച്ചില്ല. പകരം വളരെ വിശാലമായ അർത്ഥത്തിൽ ശങ്കരക്ക ഈ പറഞ്ഞ കാർട്ടൂണുകൾ എഴുതുമ്പോൾ ഡോണ്ട് സ്പെയർ മീ, നിങ്ങൾ എന്നെയും കൂടി ഒഴിവാക്കരുത്, എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സഹിഷ്ണുത ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉണ്ടാവില്ല. വിഭജനത്തെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്ന ഒരു നയതന്ത്രത അത് നെഹ്റു കാണിച്ചോ? അല്ല, അതിലൊക്കെ ഒരുപാട് ഇപ്പൊ നെഹ്റു അത് കാണിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും ഈ വിഭജനം, തീർച്ചയായിട്ടും വിഭജനം ഒഴിവാക്കാത്തതിൽ നെഹ്റു അടക്കം ഗാന്ധിജി അടക്കമുള്ള നിരവധി ആളുകൾ വിമർശനം നേരിടുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് പോകുന്നതിന് പോലും പരിധിയുണ്ട്. ഇപ്പൊ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും പലതരത്തിലുള്ള വേർഷൻസ് ആണ് ഉണ്ടാവുക. അതിലേതാണ് ശരിയെന്നൊന്നും നമ്മൾ പറയാൻ ആളല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഗൗതം, ഇത് വളരെ ഡിവിസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കൃത്യമായി ഈ പറയുന്ന മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൽ ബ്രിട്ടൻ വിജയിക്കുകയും അതിന്റെ ബൈ പ്രൊഡക്റ്റായി ഒരു രാജ്യം ഞങ്ങൾക്ക് കിട്ടിയാൽ അവിടെ അധികാരം എനിക്ക് തന്നെ വരും എന്നൊക്കെ പലരും വിചാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മളതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫൈൻ ഇനിയിപ്പോ അത് രണ്ടും അങ്ങനെ വിഭജിച്ചത് ആരാണ് എന്നുള്ളത് 79 കൊല്ലമുള്ള കാര്യം നോക്കിയിട്ട് ഇപ്പോഴുള്ള മനസ്സിലുള്ള വിഭജനം കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. എന്തുകൊണ്ടാണ് ഈ വിഭജനത്തിന്റെ തലവേദന നമ്മൾ ഇന്നും നേരിടുന്നുണ്ട്? വിഭജനത്തിന്റെ തലവേദന നമ്മൾ നേരിട്ടാൽ ആ തലവേദനയെ നമ്മൾ നേരിടുക എന്നുള്ളതല്ലാതെ, അല്ലാതെ നമ്മൾ മറ്റേ 1918 നമ്മൾ ജനിച്ചു അന്ന് പോയിട്ട് നമ്മുടെ തല വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. പറ്റുക? ഗൗതത്തിന് ഇപ്പൊ തലവേദന ഉണ്ട്, ഗൗതത്തിന് 29 വയസ്സായി എന്ന് പറഞ്ഞാൽ തലവേദന പാമേടിച്ച് പോരട്ടല്ലാതെ ഞാൻ ജനിച്ചപ്പോ എനിക്ക് ആ തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരുന്നു എന്ന് പറയുന്ന ഈ ഒരു പ്രചരണം ഉണ്ടല്ലോ, ഇത് ഈ തലവേദനയെ എന്നേക്കുമായി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൗതം ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഈ വിഷയം തന്നെ ഗൗതം 2 വട്ടം ചർച്ച ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത എന്നറിയോ? എന്താണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത? ഇപ്പൊ ഗൗതം വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്ത് കുറെ പേര് ആഘോഷിക്കും. എന്താണെന്നറിയോ? പാകിസ്ഥാനെ ഇങ്ങോട്ട് ചേർക്കുന്നത് മറ്റേ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് എന്ത് ചെയ്തു എന്നാന്ന് പറയും. ഇതിന്റെ പ്രശ്നം കാരണം എന്തിനാണ് ആ തലവേദന ഏറ്റെടുക്കുന്നത്? അവരൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കമന്റ് കുറെ പേർക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇന്ത്യക്ക് ബുദ്ധിമുട്ടാവുന്നതിന്റെ കാരണം ഒരു ഇക്കണോമിക്കൽ ഈ പറഞ്ഞ പോലെ ഡെസ്പാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ഇവിടെ നാട്ടിലെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ പോലും ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒരു ഡിവൈഡ് അവിടെ ഉണ്ട്, അറിയാതെ മനസ്സിലൊരു ഡിവൈഡ് ഉണ്ട്. ആ ഡിവൈഡിനേക്കാൾ വലിയ ഡിവൈഡ് ആയിരിക്കും ഇപ്പുറത്തു കൂടി എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പൊ ഒന്നുകിൽ ഇന്ത്യ ചെയ്യേണ്ടി വരുന്നത് വളരെ കൃത്യമായി നമ്മൾ അവിടുത്തെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്നുള്ള റിസോഴ്സ് എടുത്തുകൂടി ഇൻവെസ്റ്റ് ചെയ്യണം. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ആ ഇൻവെസ്റ്റ് ചെയ്യുക അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ കുറച്ചുകൂടി നമ്മളോട് താല്പര്യമുള്ള, അവിടുത്തെ കുറച്ചുകൂടി ജനങ്ങളെ ഭരിക്കാവുന്ന ഒരു ഗവൺമെന്റും ഒരു നേതൃത്വവും വരാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ചർച്ചകളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടത്തെ വിഭാഗീയത കൂട്ടുക എന്നുള്ളതാണ്. അല്ലാതെ രാവിലെ പാകിസ്ഥാൻ വന്നിങ്ങോട്ട് ചേർന്ന സന്തോഷമായിരുന്നു നമ്മൾ പാകിസ്ഥാനെ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെയൊക്കെ തെറി വിളിക്കുക, എന്തൊക്കെ രീതിയിലാണ് ഇത് ഒഴിവാക്കണ്ടേ? ജനങ്ങളെയൊക്കെ എന്തിനാ തെറി വിളിക്കുന്നത്? വിവരക്കേടാണ് ഈ പറഞ്ഞത്. ശരി, IS ഇനി ഞാൻ കടത്തി പറയാം. നീ പാകിസ്ഥാൻകാരനാണോടാ ചോദിക്കുന്ന തമാശ കേട്ടണ്ട. നിന്നോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ നീ തന്നില്ല, നീ എന്തോ ഒരു പാകിസ്ഥാൻകാരനോട് പോലെയുള്ള എന്നോട് പെരുമാറുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ പാകിസ്ഥാനക്കാരനെ എങ്ങനെ പെരുമാറണമെന്നാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളൊരു പെരുമാറുമെന്നാണ് ആ തമാശയുടെ ഉള്ളിൽ പോലുള്ള അർത്ഥം. ആ മെന്റാലിറ്റി കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവന്ന് വരികയാണ്. അതിൽ നിന്ന് നമ്മൾ മോചനം നേടേണ്ടതാണ്. ഈ ലോകത്ത് ആഫ്രിക്കയിലോ പാകിസ്ഥാനിലോ ഉട്ടോപ്യയിലോ ഉള്ള ആളുകൾ ആ ഭരണകൂടം തീരുമാനിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ മിലിറ്ററിയുടെ, ഞാൻ കൃത്യമായിട്ട് തോന്നുന്നു, അവിടുത്തെ മിലിറ്ററിയുടെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരുടെ വേഷം കെട്ടുകൊണ്ട് നടക്കുന്ന യുദ്ധമാണ്. കാരണം യുദ്ധം നടക്കുമ്പോൾ അവനൊന്നും നഷ്ടപ്പെടാനില്ല. അവൻ ഇതിന്റെ ഇടയിലൂടെ എന്ത് ചെയ്യാം, ഒരു കഴുക്കോല ഊരാം. അത് മാത്രമാണ് കാര്യം. ഒരു വലിയ ജനവിഭാഗത്തിനിടയിൽ
പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരു ശതമാനമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ 10-24 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ 1% ISIS-ഉം തീവ്രവാദികളൊക്കെ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ മുഴുവൻ മോശക്കാരാണെന്നാണോ? അവരാരും മോശക്കാരല്ല. പക്ഷെ ഈ ചർച്ച പോലും അവരെ ഒന്നും നമ്മൾ എടുക്കണ്ട എന്ന് പറയുന്ന ഒരു കാര്യം ഗൗതത്തിനോട് തുറന്നങ്ങോട് പറയാം, ഇതില്ലാത്തൊരു വിഷയമാണ്. പാകിസ്ഥാൻ ഇന്ത്യയോട് ചേരാന്നോ അല്ലെങ്കിൽ ഇന്ത്യ വന്ന് പാകിസ്ഥാനെ ഇങ്ങോട്ട് നമ്മൾ എടുക്കാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നാളെ ഇവിടെ CPI CPM ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടില്ല UDF-ലേക്ക് CPI വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ CPI CPIയുടെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാന്ന് പറയും. ഈ ജോസ് കെ മാണിനെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ നിലപാടൊന്നും വ്യക്തമാക്കാതെ ഈ ചർച്ച പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ജസ്റ്റ് ഒന്ന് കുളങ്കലക്കാരാണ് സാറേ. കുളങ്കലക്കലും അതന്നെ. ഒരമ്മ പെറ്റ മക്കള് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്വപ്നം പലരും കാണുന്നുണ്ട്. അതാണ് ഈ ഗൗതം വികാരപരമായിട്ട് ഇത് അമ്മ പെറ്റ മക്കളിനൊന്നും പറയേണ്ട ആവശ്യമില്ല ഗൗതം. ഞാനത് എതിർക്കാഞ്ഞിട്ടാണ്. ഇനിയിപ്പോ ഗൗതം എന്നെ എന്റെ പൊന്ന് ഗൗതം, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അമ്മ പെറ്റ മക്കൾ തന്നെയാണ്, അല്ലാതെ അച്ഛൻ പെറ്റിട്ട് ഏതെങ്കിലും മക്കളുണ്ടാവും. എന്താണ് നിങ്ങൾ ഇത് പറയണത്? പിന്നെ നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നവരാണ്, അതുകൊണ്ട് ഈ പറയുന്ന പോലെ വിട്ടുപോയപ്പോ ഇന്ത്യയും പാകിസ്ഥാനും അമ്മ പെറ്റ മക്കൾ. ഈ ഗൗതം ഒന്ന് ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലൊന്ന് ചിന്തിച്ച പ്രശ്നം നിന്ന് ഈ ലോകത്തുള്ള 800 ഈ പറഞ്ഞ പോലെ കോടിയോളം വരുന്ന ആളുകളെല്ലാവരും തന്നെ മനുഷ്യരും 10-70 വയസ്സത്തെ ആയുസ്സിനടക്കം മരിച്ചു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എത്ര പേര് പറഞ്ഞു താങ്കൾ അസ്വസ്ഥനാവില്ലേ? ഞാൻ പറയാം, താങ്കൾക്ക് സത്യം കേട്ട അസ്വസ്ഥത കൂടും. അതിന്റെ കുഴപ്പമുണ്ട്, താങ്കൾക്കും ചെറിയ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാവരും തന്നെ മനുഷ്യരാണെന്നും അവരൊക്കെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നും, അത് അയർലൻഡിലുള്ളവരാണെങ്കിലും ഇപ്പൊ ആഫ്രിക്കയിൽ ആരുമില്ല, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ളവരാണെങ്കിലും ഇനി ഈ പറയുന്ന പോലെ അന്റാർട്ടിക്കയിൽ ആരുമില്ല, ഇനി അവിടെയുള്ള കുറച്ചു പേരാണെങ്കിലും എല്ലാവരും നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. മനുഷ്യരും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മൃഗങ്ങളും എല്ലാവരും തന്നെ സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. നമുക്ക് അതിർത്തികൾക്കപ്പുറത്തുള്ളവരോട്, അതിർത്തിയൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ്, അതിനപ്പുറത്തുള്ളവരോട് നമുക്കൊരു വെറുപ്പിന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം തീർന്നു. ഞാൻ പാകിസ്ഥാനെ എന്റെ സഹോദരനായിട്ടാണ് കാണുന്നത്. അതില് താങ്കൾ പറഞ്ഞൊരു വലിയ കാര്യമാണ്, വലിപ്പത്തിൽ ചിന്തിക്കും, ഇവരെല്ലാവരും മനുഷ്യരല്ലേ. എനിക്ക് പ്രേക്ഷകരോടും പല ആളുകളോടും ചോദിക്കാനാണ് ഉള്ളത്, എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? സത്യത്തില് സാർ എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? സാർ പറഞ്ഞ വലിയൊരു എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് അറിയാമോ? പറഞ്ഞത് എന്തുകൊണ്ടാന്ന്? ഈ ചിന്തകൾ വളരെ ഫലപ്രദമായി പണ്ട് മുതലേ എന്ത് ചെയ്താണ് നടപ്പിലാക്കിയ ഒരു ചിന്തയാണ്. ഇനി കുറച്ചുകൂടി കടത്തി ഗൗതത്തിനോട് പറയാം. പാകിസ്ഥാൻകാരി 25 പേരും മരിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ടാണ് സന്തോഷം തോന്നണ? അപ്പൊ നമുക്ക് മറ്റേ മനുഷ്യത്വം ഇല്ലേ ഗൗതം? സാധാരണ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു വേദന വേണ്ടേ? എന്റെ പൊന്ന് ഗൗതം, വഴിയരികിൽ കിടന്നുറങ്ങിയിട്ടുള്ള സാധാരണ ഈ പറയുന്ന പോലെ റോഡിൽ ചാരി നിന്നിട്ടുള്ള വീടും കുടുംബവും ഇല്ലാത്ത ആളുകളടക്കം നിരവധി പേര് മരിച്ചു പോവാണ്. ഇനി ഗൗതത്തോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഫലസ്തീനിൽ ഈ പറയുന്ന പോലെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രശസ്തനായ താങ്കൾക്കും എനിക്കും പരിചയമുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളി, പ്രായം 10-70 ഉണ്ട്, പുള്ളി എന്ന് പറയാണ് ഗർഭിണികൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഒരു കുഴപ്പം തോന്നാത്തതെന്നറിയോ അത്? എന്തുകൊണ്ടാ? സ്വന്തം വീട്ടിലെ ഗർഭിണിയാണെങ്കിൽ കുഴപ്പം തോന്നൂലേ? സ്വന്തം വീട്ടിലെ കൊച്ചാണെങ്കിൽ കുഴപ്പം തോന്നൂലേ? ആ കൊച്ചുങ്ങളും ആ സ്ത്രീകളും ഒക്കെ മറ്റേ ഏതെങ്കിലും ഹമാസുകാരാണോ? അവർ ആയുധമെടുത്ത് പോരാടിയവരാണോ? ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഭൂമികയിൽ അറിയാതെ വന്ന് പിറന്നു വീണ് പോയത് കൊണ്ട് ജീവിതകാലം മുഴുവൻ തീരുന്ന് ജീവിക്കുകയും അതിനുശേഷം ഒരു ബോംബ് വന്ന് വീണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പൊക്ലിനിൽ കോരിയെടുത്ത് നേരെ എന്ത് ചെയ്യും, കുഴിയിലേക്ക് ഇടുകയും ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരാണ്. പക്ഷെ അവര് മരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്ന മനസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരും ഇവിടെയുള്ള പല നേട്ടങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് പ്രചരണം നടത്തിയുകൊണ്ടാണ്. ആ പ്രചരണം നടത്തിയതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗൗതത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, തീവ്ര ദേശീയത എന്ന് പറയുന്നത് പോലും അപകടമാണ്. മനസ്സിലായോ? കേരളത്തിൽ ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയുന്നു ഞാൻ ശത്രു രാജ്യത്ത് 25 പേരെ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നതിന്റെ പിന്നിലും ഈ തീവ്ര ദേശീയതയുടെ എലിമെന്റ് ഉണ്ട്. ഒരു കൃത്യമായിട്ട് സാറേ, മനുഷ്യത്വം തന്നെയാണ് മുമ്പോട്ട് വെക്കേണ്ടത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെങ്കിൽ പല മത സാരവും ഒന്ന് എന്നൊക്കെ പറഞ്ഞ നാടാണിത്.
ആരാണ് ഇതിന് യഥാർത്ഥത്തിൽ വിഘാതം സൃഷ്ടിക്കുന്നത്? വിഘാതം സൃഷ്ടിക്കുന്നത് ആരാണ് എന്നുള്ളത് ഞാൻ കൃത്യമായി ഗൗതത്തോട് പറഞ്ഞു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള അധികാരം ലക്ഷ്യമിടുന്ന പാർട്ടികൾ അവർ കൃത്യമായിട്ട് വംശീയമായ, ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തികൾക്കപ്പുറത്തുള്ള മനുഷ്യരോട് പോലും നമ്മൾ ഇന്ന് വരെ കാണാത്ത, നമുക്ക് ഇന്ന് വരെ അറിയാത്ത, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാനിടയില്ലാത്ത ആളുകളോട് പോലും വിരോധം തോന്നുന്നതിന്റെ കാര്യം നമ്മുടെ മനസ്സ് ട്യൂൺ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സ് ട്യൂൺ ചെയ്യുന്നത് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പറയും നമുക്ക് അങ്ങനെ ഒരാളോടും ജീവിതത്തിൽ വിരോധമില്ല, ഒരാളോടും നമുക്ക് എന്തില്ല, ദേഷ്യമില്ല, നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ ഉപദ്രവിക്കാത്ത ആളുകളോട് പറയും. ഒന്ന് ഗൗതം ആലോചിച്ച് നോക്കണം, ഏതെങ്കിലും നാട്ടിലെ ആളുകൾ നമ്മളെ ഒന്ന് ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും ചില നാടുകളിലെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. കൊല്ലട്ടെ, അങ്ങനെ കൊല്ലട്ടെ എന്നുള്ളത് ഉള്ളിൽ പറയാറുണ്ട്. എനിക്ക് ആളുകളും എന്ത് ചെയ്യും, അവര് മരിക്കേണ്ടവരാണെന്ന് പറയുന്ന തോന്നലുണ്ടാവാറുണ്ട്. മനസ്സിലായി, അവർ ആക്രമിക്കപ്പെടേണ്ടവരാണെന്ന് തോന്നലുണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങളിലെല്ലാം ഉള്ള കുഴപ്പമെന്നാണെന്നറിയാമോ ഗൗതം? ഇപ്പൊ നമ്മള് ഇസ്രായേലും ഹമാസും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ, ഇസ്രായേലും ഹമാസും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമുണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ ഹമാസിന്റെ നേതാക്കളോ ആയുധമെടുക്കുന്നവനോ കൊല്ലപ്പെട്ടാൽ നമ്മൾ അതിന് വിഷമിക്കണ്ട. കാരണം വാളെടുത്തവൻ വാളാലാണ്, പഴഞ്ചൊല്ലൊക്കെ കറക്റ്റാണ്. പക്ഷേ സൗമ്യ എന്ന് പറയുന്ന ഇടുക്കിയിൽ നിന്ന് ജോലിക്ക് പോയി ഇസ്രായേലിൽ ഈ പറയുന്ന പോലെ പാവം പിടിച്ചൊരു പെൺകുട്ടി അതിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ടിട്ട് സ്വന്തം ഭർത്താവിനൊപ്പമോ അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പമോ നിൽക്കാൻ പറ്റാതെ ഒരു നഴ്സിംഗ് ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയോ കിട്ടി പോകുന്നൊരു കൊച്ച് അവിടെ നില്ലുമ്പോഴത്തേക്കും സൈഡിൽ ബോംബ് വന്ന് വീണ് മരിച്ചു പോകുമ്പോൾ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കണം. നാളെ രാവിലെ വണ്ടിക്ക് പോകാനുള്ള കാശൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വീട്ടുകാർക്ക് മേടിച്ചിട്ട് വരേണ്ട കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഒരു മാസത്തെ ലീവിന് വന്ന് ഇവിടെ വന്ന് നിന്ന് ഈ പറഞ്ഞ പോലെ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പുണരുന്നതിനെ കുറിച്ച് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് അവിടെ മരിച്ചു പോകുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ അവനവന്റെ വീട്ടിൽ ആർക്കെങ്കിലും സംഭവിക്കണം. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ യുദ്ധം എന്ന് പറയുന്നത്, ഞാനൊരു വാക്ക് കടമെടുക്കുകയാണ് സ്വരാജിന്റെ, അല്ലാത്തവർക്ക് യുദ്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അതിർത്തിക്കപ്പുറത്ത് പൂരാണ്. മനസ്സിലായ? ആ പൂരത്തിന്റെ അടിയിൽപ്പെട്ട് നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോഴേ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. ശരിക്കും ഇതൊക്കെ ഒരു ഡയലോഗുകളായിട്ട് മാത്രം ഒതുങ്ങാതെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാകുമ്പോഴാണ് ലോകത്തിന് ശരിക്കും നന്മയുണ്ടാവുക. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നന്മ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ടുള്ള എളിയ പരിശ്രമം നടത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10,000 വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആളുകൾ ചിലർ കൊല്ലപ്പെടുമ്പോൾ അത് കൊല്ലപ്പെടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയും, നേരത്തെ പറഞ്ഞ പോലെ ഗർഭിണികൾ, കുട്ടികൾ ഈ പറയുന്ന പോലെ അവർ മരിച്ചു അതിനെന്താ കുഴപ്പമൊന്നും ചോദിക്കുന്ന ആളുകളും, ചില ആളുകൾ ഈ പറയുന്ന പോലെ ചില പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല. ഇപ്പൊ ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായി, അതായത് ഫലസ്തീനിലും ഇവിടെയൊക്കെ മരിച്ചു പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകൾ നിർത്തുമ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ നെഞ്ചിൽ ഏറ്റവും വലിയ മുറിവിന്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. വിഭജനം ഒഴിവാക്കാമായിരുന്നില്ലേ? കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് 79 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം ഇനി അത് പറ്റുമായിരുന്നോ ഇല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് അസംബന്ധമാണ് ഒന്ന്. ഇനി ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ തലയിൽ ഒരു തലവേദന ഉണ്ടെങ്കിൽ ബാം പുരട്ടുക എന്നുള്ളതല്ലാതെ 79 കൊല്ലം മറ്റേ ടൈം മെഷീൻ വെച്ച് തിരിച്ചു പോയിട്ട് തല വെട്ടിക്കളയലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചികിത്സിക്കലോ ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ആകെയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇനിയെങ്കിലും നമ്മൾ ഈ മെന്റാലിറ്റിയിൽ നിന്ന് മാറണം, യഥാർത്ഥ മനുഷ്യരാവണം. ഞാനൊരു കാര്യം കൂടി പറയാം. മറ്റ് രാജ്യങ്ങളെ ഒന്നും തോൽപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു പ്ലഷർ എനിക്കടക്കം നേരത്തെ ചെറുപ്പകാലത്ത് ഈ പറഞ്ഞ വളരെ ചെറുതായിരുന്നപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു രോഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്രിക്കറ്റ് കളിയിൽ നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, വേറൊരാൾ തോൽപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാം. പക്ഷെ എങ്കിലും അത് പാകിസ്ഥാനെ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ആ രോഗത്തിന്റെ ലക്ഷണമാണ്, സൂചനയാണ്. അതാണ് അതിന്റെ കാര്യം. ഇത് പാകിസ്ഥാനികൾക്കും പാകിസ്ഥാനികൾക്ക് തോന്നലാണ്. ഇന്ത്യയെ തോൽപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും അവർ തോന്നുന്നുണ്ടെങ്കിൽ അവരും ഈ രോഗത്തിന് അടിമകളാണ്. ഈ രണ്ട് രോഗങ്ങളെയും സൃഷ്ടിക്കുന്നത് അതാത് രാജ്യങ്ങളിൽ പലപ്പോഴും അധികാരം നേടാനുള്ള ശ്രമങ്ങളുടെയും മറ്റു പല അജണ്ടകളുടെയും ഭാഗമായിട്ട് കൂടിയാണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ്, ഗൗതം ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം, ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എത്ര രൂപയാണ് സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ ഫണ്ട് ചെയ്തതെന്ന് ഗൗതത്തിന് അറിയോ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര കണക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഫലസ്തീനിൽ ഹമാസ് യുദ്ധം ചെയ്യുമ്പോൾ ഹമാസ് എത്ര കോടി രൂപയാണ് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അറിയേണ്ടത് അവിടെയുള്ള കുട്ടികൾ
ആ ഭക്ഷണം കിട്ടാതെ പൊതികൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ കാത്തിരുന്ന് വിശന്ന് തുറങ്ങുമ്പോ ഈ പറയുന്ന ഹമാസിന്റെ ഈ പറഞ്ഞ പോലെ മേധാവിയായിട്ടുള്ള ആളുകൾ റോൾസ് റോയ്സ് മേടിച്ച് ഖത്തറിൽ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് സോഷ്യൽ മീഡിയയിൽ കോടികൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുദ്ധം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ അറിയാതെ അവർ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതവും ഞാനും പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരു പരസ്യത്തിന് സ്വാധീനിക്കാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന്. ഗൗതവും ഞാനും അടക്കം നാളെ ഒരു പോർഷെ കയൻ കണ്ടാൽ, ഒരു മെഴ്സിഡസ് ബെൻസ് കണ്ടാൽ ആഹാ ഗംഭീരമാണല്ലോ എന്ന് പറയുന്നത് ഇതേ മാർക്കറ്റിംഗ് ടെക്നിക്കിന്റെയും ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മളിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകരിൽ 100-99 പേരും അത് ഓടിച്ചു നോക്കിയിട്ടില്ല. സാറ് പറഞ്ഞു വരുന്നത് ഇതാണ്, അവസാനം നിർത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാവണം. മതത്തിന്റെ വേലിക്കെട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണം. പല മതസാരവും ഒന്നാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരൊറ്റ സെന്റൻസ്, നമ്മൾ മനുഷ്യരാവണം. മതമോ ജാതിയോ വംശമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിർത്തികൾക്കും അപ്പുറത്തുള്ള മനുഷ്യരെ കാണാൻ നമ്മൾ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുന്നത്. ഇപ്പൊ എത്തരത്തിലുള്ള യഥാർത്ഥ മനുഷ്യരല്ല. സിമ്പിളാണ് ലോജിക്ക്.